അപ്പോൾ ഗൈസ് നമ്മുടെ നോവാസ്കോഷ്യക്കുള്ള ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ് ന്യൂ ബ്രൺസിക്കിൽ നിന്ന്. അപ്പം നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടല്ലോ, നമ്മൾ നിന്ന സ്ഥലമൊക്കെ കിണ്ണങ്കാച്ചി സ്ഥലം. സോ ഇനിയും പോകുന്നത് ഇതിനേക്കാളിലും അടിപൊളി സ്ഥലത്താണ്. നമ്മളിനി ഇവിടുന്ന് നോവാസ്കോഷ്യ ചെല്ലും. അവിടുന്ന് നമ്മൾ ഫെറി എടുത്ത് ന്യൂ ഫൗണ്ട്ലാൻഡിലേക്ക് പോകും. ഇപ്പോൾ നോവാസ്കോഷ്യയും കിട്ടില്ല. പക്ഷേ നോവാസ്കോഷ്യയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫയർ ബാൻ ഉണ്ട്. അപ്പം നമുക്ക് കൂടുതൽ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല അവിടെ. നമുക്ക് വുഡിനകത്ത് കയറാൻ പോലും പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അവിടെ ചെല്ലും. അവിടെ നമ്മൾ ഫെറി എടുക്കും, ജീപ്പ് കയറ്റി നമ്മൾ ന്യൂ ഫൗണ്ട്ലാൻഡിൽ പോയി. ന്യൂ ഫൗണ്ട്ലാൻഡിൽ 2 ട്രയൽ നമ്മൾ ചെയ്യും. കിഡിലൻ സ്പോട്ട്, 2 മലയുടെ ഇടയിലൊക്കെ വരുന്ന ക്യാമ്പ് സൈറ്റാണ്. സോ അവിടെ ക്യാമ്പ് ചെയ്യും. എന്നിട്ട് അവിടുന്ന് റിട്ടേൺ നമ്മൾ വീണ്ടും ഫെറി എടുത്ത് നോവാസ്കോഷ്യ വന്ന് പിന്നെ PA ടച്ച് ചെയ്ത് റിട്ടേൺ. സോ നിങ്ങളിപ്പോൾ കണ്ടു കാണുമല്ലോ സ്പോട്ട് നമ്മൾ ന്യൂ ബ്രൺസിക്കിൽ. അതിനേക്കാളും കിടിലൻ സ്പോട്ടാണ് വന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളിരിക്കുക, എന്തായാലും നിരാശപ്പെടത്തില്ല. അപ്പോൾ നമ്മൾ ആ സ്പോട്ടിൽ നിന്ന് തിരിച്ച് നോവാസ്കോഷ്യക്ക് പോകുന്ന വഴിക്ക് നമ്മൾ എയർ ഡൗൺ ചെയ്തായിരുന്നു. അപ്പോൾ എയർ ഫില്ല് ചെയ്യുക. ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും ലൈറ്റായിട്ട് കുക്ക് ചെയ്ത് കഴിച്ചിട്ട് പോകാനുള്ള പ്ലാനാണ്. അപ്പം ഇത് ജോയ്സ് പ്രോഡ് ജീപ്പ്. നമ്മളിവിടെ ഇപ്പോൾ സ്റ്റൗ സെറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കഴിക്കും, എന്നിട്ട് ഇവിടെ നിന്ന് പോകും. സോ മെസ്സപ്പാണ്, നോക്കിയൊരു കാര്യമില്ല. ഒത്തിരി സാധനങ്ങളുണ്ട് നമ്മുടെ കൂടെ. വണ്ടി ഫുള്ള് ലോഡാണ്. ഇതാണ് നമ്മുടെ സ്റ്റിക്കർ. അപ്പം എയറൊക്കെ ഫില്ല് ചെയ്ത് കഴിച്ചിട്ട് പോട്ടെ പയ്യെ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, അവിടെ നിർത്തി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഓൾമോസ്റ്റ് 4:30 4:45 ഇവിടുത്തെ സമയം. ടൊറൻറ്റോ സമയം ഇപ്പോൾ ഒരു 3:45. അവിടുന്ന് ഇറങ്ങി ഇനി നമ്മളത് നോവാസ്കോഷ്യക്ക് പൊയ്ക്കൊണ്ടിരിക്കും. ഇത് ന്യൂ ബ്രൺസിക്ക് തന്നെയാണിത്. ജസ്റ്റ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ വഴി ഒരു രക്ഷയില്ല, നൈസായിട്ടുള്ള വഴി. ഫോളും കൂടെ ആയതുകൊണ്ട് കളർ അടിപൊളിയാണ്. സോ ഇനി നമ്മൾ എവിടെയെങ്കിലും ചവിട്ടണം, ഒന്ന് ഫ്രഷപ്പ് ആവണം. എന്നിട്ട് അവിടുന്ന് ബാക്കി നമുക്കിനി ഓൾമോസ്റ്റ് ഒരു 600 കിലോമീറ്റേഴ്സ് ഇനി പോകാനുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ നോവാസ്കോഷ്യ എത്തി. ഇവിടുന്ന് നമ്മൾ നമ്മുടെ ഷിപ്പ് എടുത്ത് ന്യൂ ഫൗണ്ട്ലാൻഡിൽ പോകാൻ പോകാം. ഇന്നലെ രാത്രി ഞങ്ങൾ ടയേർഡായിട്ട് 1 മണിക്ക് വന്നതുകൊണ്ട് നമ്മളിവിടെ ഒരു കോട്ടേജ് എടുത്തു. കോട്ടേജ് അന്യായ വൈബ്. ഒരു 2 ബെഡ്റൂമുള്ള കോട്ടേജാണ്. ഇതൊരു ബെഡ്റൂം. എൻ്റെ അപ്പുറത്ത് ഒരെണ്ണം കൂടെ ഉണ്ട്. എൻ്റെ നിങ്ങൾ വ്യൂ കാണിച്ചു തരാം. അപ്പം നിങ്ങൾ ഞെട്ടും. ഇത് കഴിഞ്ഞാൽ ഒരു ഡ്രോൺ ഷോട്ടോടെ ഇതായി കോട്ടേജിൻ്റെ. ഇത് വേറൊരെണ്ണം. സോ ഇവിടുന്ന് ഒരു വ്യൂ ഉണ്ട്, നമ്മൾ ഇരിക്കുന്ന സ്ഥലം. സോ ഇവിടെ സെറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വ്യൂ. അപ്പോൾ ഇനി നമുക്ക് പുറത്തെ വ്യൂ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ ന്യൂ ഫൗണ്ട്ലാൻഡിലേക്ക് പോകുന്ന ഷിപ്പിൽ നമ്മുടെ വണ്ടി കയറ്റി ന്യൂ ഫൗണ്ട്ലാൻഡിൽ പോകും. അറ്റ്ലാന്റിക് ഓഷനിലൂടെ ന്യൂ ഫൗണ്ട്ലാൻഡിൽ ഇറങ്ങി അവിടെ നമ്മൾ ഓവർലാൻഡിങ് ചെയ്യും. നമ്മൾ വണ്ടിയിലെല്ലാം ലോഡ് ചെയ്ത് കയറി. ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്ന വഴിക്ക് നൈസാണ്. ഇവരിങ്ങനെ ട്രെയിലറൊക്കെ മേടിച്ചിട്ട് അതിങ്ങനെ Airbnb പോലെ ആക്കി കൊടുത്തേക്കുക. ഗൈസ്, അടിപൊളി സെറ്റപ്പ് ആട്ടോ ഇത്. ഇതൊരു പഴയ ബോട്ടൊക്കെ കിടപ്പുണ്ട് ഇവിടെ. നൈസ്. മെയിൻ്റനൻസിന് കയറ്റിയിട്ടേക്കുന്നതാണ്. ഇവിടെ എല്ലാം ബോട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഫുള്ള് ഇവർ ഇതേപോലെ ഇത് എയർബിയിനകത്ത് ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്യേണ്ട ആൾക്കാർക്ക് ഇതിനകത്ത് സ്റ്റേ ചെയ്യാം. ഇതിനകത്ത് ബെഡ്റൂമൊക്കെ ഉണ്ട്. സെറ്റപ്പ് സാധനം ഇത്. ഒരു സെയിലിന് കിട്ടുന്നുണ്ട്. ഗൈസ്, ചെറിയൊരു പണി കിട്ടിയെന്ന് തോന്നുന്നു. ഷിപ്പ് നമുക്ക് 11:30 10:30 2 മണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്യേണ്ടായിരുന്നു. നമ്മൾ ഇച്ചിരി ലേറ്റാണ്. വരുന്ന വഴിക്ക് ഇനി ഒരു 7 മിനിറ്റ് കൂടെ ഉള്ളൂ നമുക്ക് ആ സ്പോട്ടിലോട്ട്. പക്ഷേ ഇവിടെ ഒരു പാലം ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുക. വണ്ടി അനങ്ങുന്നില്ല ഒരു 10 മിനിറ്റായിട്ട്. ഫ്രണ്ടിൽ കൺസ്ട്രക്ഷൻ ആണെന്ന് തോന്നുന്നു. ഫുള്ളി പണിയൊന്നും കിട്ടത്തില്ലായിരിക്കും. നോക്കാം എന്നാ അവസ്ഥ. അങ്ങനെ നമ്മുടെ വണ്ടി മൂവ് ചെയ്തു ഗൈസ്.
ഫൈനലി 10-15 മിനിറ്റ് കിടന്നു. നമ്മളൊന്ന് പേടിച്ച്. കുഴപ്പമില്ല, മൂവിങ് ആണ്. ഇത് കണ്ട ഓരോ ലൈൻ വെച്ചിട്ടേ വിടത്തുള്ളൂ. എന്ത് നൈസായിട്ട് അവർ നിൽക്കുന്നത് നോക്കും. അങ്ങനെ 2 കിലോമീറ്ററൂടെ കഴിഞ്ഞാൽ കാനഡയുടെ റോഡ് അവസാനിക്കും. നമ്മളങ്ങനെ കാനഡയുടെ ഒരറ്റത്തെത്തി ഫൈനലി. അത് കഴിഞ്ഞ് പിന്നെ അറ്റ്ലാന്റിക് ഓഷനാണ്, പിന്നെ റോഡില്ല കണക്റ്റഡ്. അപ്പം ഓടിച്ചോടിച്ച് നമ്മൾ ടൊറൻറ്റോയിൽ നിന്ന് നോവാസ്കോഷ്യയുടെ എൻഡിലെത്തി. അങ്ങ് ദൂരെ നമുക്ക് നമ്മുടെ ഫെറി കിടക്കുന്ന കാണാം. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഫെറി എന്ന് പറയാൻ പറ്റില്ല, അതൊരു മിനി ഷിപ്പാണത്. അങ്ങനെ നമ്മൾ നമ്മുടെ ലൈൻ നമ്പർ 10 മൂവ് ചെയ്തു. നമുക്ക് അവിടുന്ന് പാസ്സൊക്കെ കിട്ടി. ഇത് ലൈൻ നമ്പർ 10 ആണ്. സോ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഷിപ്പിൽ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് നോവാസ്കോഷ്യയിൽ ടെർമിനലിൽ. സോ നമ്മുടെ ഷിപ്പാണ് കിടക്കുന്നത്. നമ്മൾ ലൈൻ നമ്പർ 10 വെയിറ്റിംഗ് ആണ്. അവിടെ മേളിൽ പാലം കയറി ഷിപ്പിലോട്ട് ട്രക്കൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ടോ. സെറ്റ്, ഒന്നും പറയാനില്ല, കലക്കൻ. ഇനി നമ്മൾ അറ്റ്ലാന്റിക് ഓഷനിലൂടെ പോകും. സൂം ചെയ്ത് കാണിച്ചു തരാം വണ്ടി ലോഡ് ചെയ്യുന്നത്. ഇതാണ് ഇപ്പോഴത്തെ വ്യൂ. സോ നമ്മൾ നേരത്തെ ടിക്കറ്റൊക്കെ എടുത്താലേ ഇത് കിട്ടത്തുള്ളൂ, ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റിട്ടേൺ ഒന്നും കിട്ടുമെന്ന് വരത്തില്ല. ഇവരിങ്ങനെ ഓരോ ലൈനായിട്ടാണ് ക്ലിയർ ചെയ്ത് പോകുന്നത്. ന്യൂ ഫൗണ്ട്ലാൻഡോട്ടുള്ള ട്രക്ക് കാര്യങ്ങളൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആൾക്കാരിപ്പോൾ ഇവരാണത് കോർഡിനേറ്റ് ചെയ്ത് കയറ്റി വിടുന്നത്. നിങ്ങൾ കണ്ട കൈസ ട്രക്ക് ഓടിക്കുന്ന പുള്ളിയുടെ കയ്യിൽ 3 പട്ടിയുണ്ട്. 3 കുഞ്ഞി പട്ടികളാണ്. അപ്പോൾ പെറ്റ്സിനെയും കൊണ്ടാണ് പുള്ളി ഡ്രൈവ് ചെയ്യുന്നതൊക്കെ. ട്രക്ക് ലോഡുമായിട്ടുള്ള ട്രക്കാണ്. ഇങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാർ. വീട്ടിലൊറ്റയ്ക്ക് ഇരുത്തിയിട്ട് വരുത്തുന്നില്ല. 3നെയും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളി. സോ നൈസ് ആൾക്കാരാണ് ഏരിയയിലുള്ളതൊക്കെ. ക്ലിയറൻസ് കിട്ടി. നമ്മൾ നേരെ ലോഡ് ചെയ്യാൻ പോവാം. നമ്മുടെ വണ്ടി ഈ ഫെറിക്കകത്തോട്ടാണ് പോകാൻ പോകുന്നത്. മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷിപ്പിനകത്തോട്ട്. ഇത് അന്യായ വലിപ്പമാണ് ഈ സാധനം. എന്തോരം ട്രക്ക് അതിൻ്റെ മുകളിൽ കയറുന്ന പറയാം. കാറ് അങ്ങനെയുള്ള ചെറിയ വണ്ടികളൊക്കെ താഴെ ലോഡ് ചെയ്യുന്നത്. അടിപൊളി വ്യൂ, ഒരു രക്ഷയില്ല. ഇങ്ങനെ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഷിപ്പിനകത്തോട്ട്. ബാക്കിൽ ഭയങ്കര വെട്ടമാണ്, ഗ്ലെയർ അടിച്ചിട്ട് സണ്ണിൻ്റെ. അത് നിങ്ങൾക്ക് ബാക്ക് വശം ഒന്നും ഇപ്പോൾ കാണാൻ പറ്റാത്ത. ഓരോ വണ്ടി അവിടെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ചെറിയൊരു പാസ് ഉണ്ട് ഇതിനകത്ത് കയറാൻ. അത് കാണിച്ചാലേ അവർ കയറ്റി വിടത്തുള്ളൂ അകത്തോട്ട്. കാറെല്ലാം ആ സൈഡിലാന്ന് തോന്നുന്നു. ഓ, അതിനകത്ത് ട്രക്കൊക്കെ ലോഡ് ചെയ്തിട്ടേക്കുന്നുണ്ടോ? നമ്മുടെ സ്പോട്ട് കിട്ടി.
യു. താങ്ക് യു. ഒരു പക്കായിട്ട് ഗൈഡ് ചെയ്ത് നമ്മളെ വിടും. ഫുള്ള് ട്രക്കാണ്, ഹെവി ലോഡ് ട്രക്കാണ് നമ്മുടെ സൈഡിലെല്ലാം ലോഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു വെയിറ്റ് അനുസരിച്ചാണ് ലോഡ് ചെയ്യുന്നത്. രണ്ട് സൈഡിൽ ഈക്വലായിട്ട് വെയിറ്റ് വരുന്ന സാധനങ്ങൾ. സെൻറ്ററിൽ കാറ്, പിന്നെ മേളിലും ട്രക്ക് ലോഡ് ചെയ്തിട്ടുണ്ട്. നിൽക്കാനാണോ? കേറിക്കോ കേറിക്കോ, ചെല്ല് ചെല്ല് ചെല്ല്. പോട്ടെ 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 പോട്ടെ. അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിയിലേക്ക് നടന്നു പോകണം. വണ്ടിയെല്ലാം ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ജീപ്പ് ഇവിടെ ഉണ്ട്. അന്യായ ഷിപ്പ് എന്ന് പറഞ്ഞാൽ അന്യായ ഷിപ്പ്. എന്തോരം വെയിറ്റ് ഇതിനകത്ത് കയറുന്നതാണ്. 3 ലോകത്തിറക്കുന്നൊക്കെ ട്രക്കാണ്. നമ്മൾ ഡെക്ക് 3-ലേക്കാണ് പോകുന്നത്. ഐസ് അങ്ങനെ നമ്മുടെ ഷിപ്പിലൊക്കെ ലോഡായി. സോ ഇത് അതിൻ്റെ ഏറ്റവും മേളിൽ വന്നേക്കുക ഷിപ്പിൻ്റെ. നമ്മൾ ഡ്രോൺ പറത്താനൊരു പരീക്ഷണം നടത്തണം. റണ്ണിങ് ഷിപ്പിൽ എന്താകുമെന്ന് അറിയത്തില്ല, നോക്കാം. തിങ്കിങ് ഹോപ്പ് ഐ ക്യാൻ ഫ്ലൈ. വലിയ കാറ്റൊന്നുമില്ല. സോ ഐ തിങ്ക് ഇറ്റ്സ് ഈസി, നോട്ട് ടു ഹാർഡ്. Atlantic Ocean.